ഒരു ഗാങ്സ്റ്ററായ ഹീറോയ്ക്ക് വേറൊരാളുടെ വൈഫിനെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവൻ അവളെ കിഡ്നാപ്പ് ചെയ്യും. പിന്നീട് ഹീറോ അവളുമായി കാര്യങ്ങൾ നടത്താൻ വേണ്ടി പല പരിപാടിയും നടത്തും. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2020 ഇറങ്ങിയ 365 ഡേയ്സ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രായമായ ഡോൺ ഇരുന്ന് കുറേ ആൾക്കാരുമായിട്ട് എന്തോ ഡീൽ ചെയ്തത് കാണിക്കും. എന്തോ ഒരു ഡ്രഗ് ഡീലാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഡീല് കഴിയുമ്പോൾ പുള്ളിയുടെ മകൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ മകനാണ് നമ്മുടെ പടത്തിലെ ഹീറോ. ബൈനോക്കുലറെ കൂടെ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ്റെ ഡാഡിയും അങ്ങോട്ടേക്ക് വന്നാൽ ബൈനോക്കുലർ വാങ്ങിച്ച് നോക്കും. പുള്ളി പറയും, നീ ഈ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുവാണോ? ഞാനിവിടെ വെഞ്ച് ചെയ്ത് ഡ്രഗ് ഡീൽ നടത്തുവാണെന്ന്. ആ ടൈമിലാണ് ഹീറോയുടെ ഡാഡിക്കൊരു വെടി കിട്ടുന്നത്. പുള്ളി അവിടെ തന്നെ ഡെഡാകും. ആ ബുള്ളറ്റ് ഹീറോയ്ക്കിട്ടും കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോ എങ്ങനെയൊക്കെ ആ ബുള്ളറ്റിന് രക്ഷപ്പെട്ട് വന്നത് കാണിക്കും. അവനിക്ക് കമ്പനിയുടെ മീറ്റിങ്ങിലിരിക്കും. അവൻ പറയും ഡാഡിയുടെ പേരിലുള്ള എല്ലാ ഡ്രഗും ഷെയറും എല്ലാം എൻ്റെ പേരിലേക്ക് ആക്കണമെന്ന്. പക്ഷേ കൂടെയുള്ള ആൾക്കാർ ഇതിന് സമ്മതിക്കത്തില്ല. അവർ പറയും അങ്ങനെ എല്ലാം തരാൻ പറ്റില്ല, നിനക്ക് മാത്രമുള്ള ഷെയർ മാത്രമേ തരാൻ പറ്റുള്ളൂ. പക്ഷേ ഹീറോ ആണെങ്കിലും ഒരു വലിയ ഡോൺ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഭീഷണിച്ച് അവർ വഴങ്ങുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഹീറോയിനെയും കാണിക്കുന്നത്. ഹീറോയിന് ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ്. അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അവളെ ചോദ്യം ചെയ്തതായിട്ട് നമ്മളെ കാണിക്കും. അങ്ങനെ ഈ ടൈമിൽ തന്നെ രണ്ടുപേരും രണ്ട് കാറ് പോകുന്നതായിട്ട് കാണിക്കും. രണ്ടുപേരുടെയും മൂഡ് അത്ര നല്ല മൂഡും അല്ലായിരുന്നു. ആ ഒരു ടൈമിലാണ് ഹീറോയിൻ അവളുടെ ഉടുപ്പ് വീട്ട് അവളുടെ ബോഡിയുടെ ഫോട്ടോ എടുത്ത് സ്വന്തമായിട്ട് ആസ്വദിക്കുന്നത്. പിന്നീട് ഹീറോയിൻ അവിടെ അവളുടെ ബോയ് ഫ്രണ്ടും കെട്ടാൻ പോകുന്നവൻ്റെ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. ഹീറോയിൻ അവനോട് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആകും. പക്ഷെ അവൻ പറയും, എനിക്കിപ്പോൾ വർക്കുണ്ട്, നീ പോയി കിടക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ ഇവിടുന്ന് വിഷമിച്ചു പോയ ഹീറോയിൻ ആണെങ്കിലോ ഒരു ടോയ് എടുത്ത് സ്വന്തമായിട്ട് തൃപ്തി കണ്ടെത്തും. ഈ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ ഒരു ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ കണ്ട പെണ്ണുങ്ങളെ ഒന്നും വെറുതെ വിടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസുമായിട്ട് പരിപാടി നടത്തും. അങ്ങനെ ഒരിക്കൽ ഹീറോയിനും അവളെ കെട്ടാൻ പോകുന്നവനും പിന്നെ ഫ്രണ്ടും എല്ലാവരും കൂടി ഒരു പാർട്ടി നടത്തും. ആ ടൈമിലാണ് ഹീറോയിനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നത്. തിരിച്ചു വരുമ്പോഴോ അവൾക്ക് വഴിയും തെറ്റിപ്പോകും. ആ ടൈമിൽ തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വരും. പക്ഷേ ഹീറോയിൻ ഇവനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് നടന്നു പോകും. പിറ്റേ ദിവസം ഹീറോയിൻ ഫ്രണ്ടുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കും. അവൾ പറയും, ഇന്നലെ ബോയ് ഫ്രണ്ട് എന്നെ കൂട്ടാതെ ബാക്കിയുള്ള കൂട്ടുകാരുമായിട്ട് പാർട്ടിക്ക് പോയി, അതുപോലെ തന്നെ പോയിടത്തൊന്നും എന്നെ കൊണ്ടുപോയില്ലെന്ന്. ഈ ഒരു ടൈമിൽ തന്നെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്ന് ഹീറോയിനുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആകും. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ അവനെ പൂളിലേക്ക് തള്ളിയിട്ടിട്ട് പറയും, നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന്. അങ്ങനെ നല്ല വിഷമത്തിലായ ഹീറോയിൻ അതൊക്കെ മാറ്റാൻ വേണ്ടി രാത്രിയിൽ നടക്കാനായിട്ട് ഇറങ്ങും. ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഹീറോ നമ്മളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ഹീറോയിനെ ആണെങ്കിലോ നല്ലൊരു അടിപൊളി ബെഡിലും കിടത്തും. കണ്ണ് തുറന്ന ഹീറോയിനാണെങ്കിൽ ഇത് എവിടെയാണെന്ന് കൂടി പിടികിട്ടത്തില്ല. ഹീറോയിൻ ആ ഡോറ് തട്ടുമ്പോൾ മുമ്പിലാണ് വന്ന് ഡോറ് തുറക്കും. ഹീറോയിൻ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോഴോ അവിടെ ഹീറോയിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നു. ആ ടൈമിലാണ് നമ്മുടെ ഹീറോ ബാഗ് വന്ന് നിൽക്കുന്നത്. അവൻ പറയും, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണെന്ന്. ആ ടൈമിൽ തന്നെ ഹീറോയിൻ ബോധം കെട്ട് വീഴുകയും ചെയ്യും. പിന്നീട് ഹീറോ ഒരു ഐസ് എടുത്ത ശേഷം അവളുടെ ലിപ്പൊക്കെ തടവി അത് വായിലേക്ക് വെച്ചു കൊടുക്കും. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ അത് ഇവൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ട് പറയും, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന്. അവളെ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്നതെന്ന്. ഹീറോ പറയും, അവൻ്റെ ഡാഡി മരിക്കുന്നതിന് മുമ്പ് ഇവളുടെ മുഖമാണ് ലാസ്റ്റായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഹീറോ ഇത്ര വലിയ ഡോൺ ആയതും ബിസിനസ്സൊക്കെ വളർന്നതും. ഒരു തവണ ഇവളുടെ മുഖം കണ്ടപ്പോഴേ ഹീറോ ഇത്ര വലിയ ഗാങ് ലീഡറായി. അപ്പം ലൈഫ് ലോങ് ഹീറോയുടെ കൂടെ ഇവളുണ്ടെങ്കിലോ ഇവൻ എത്ര വലിയ ആളാകുമെന്ന് ഹീറോ പറയും. ഇത് കേട്ട ഹീറോയിൻ പറയും, നിനക്ക് നാണമില്ല വേറൊരുത്തൻ്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാനുണ്ടൊക്കെ. ആ ടൈമിലാണ് ഹീറോ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. അതിലാണെങ്കിലോ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കുറേ അവിഹിത ഫോട്ടോ ആയിരുന്നു. ഹീറോയിൻ പറയും, ഇതൊന്നും അവനല്ല, അവൻ്റെ മുഖം പോലെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ കാണുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഹീറോയിൻ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ഹീറോ അവളെ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് പറയും, നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന്. ആ ടൈമിലാണ് ഹീറോയിൻ അവൻ്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നത്. പക്ഷേ ഹീറോയ്ക്ക് തോക്കുന്ന ഒരു വിഷയമല്ലായിരുന്നു. അവൻ ആ തോക്ക് പിടിച്ചു വാങ്ങും. ആ ഒരു ടൈമിലാണ് ഹീറോയുടെ അഡ്വൈസറും മാനേജറും ആയിട്ടുള്ള ആൾ വന്ന് പറയുന്നത്, നിന്റെ ഡാഡിയെ കൊന്ന ആളെ കിട്ടിയിട്ടുണ്ട്, അവൻ നിന്റെ റിലേറ്റീവ് തന്നെയാണ്, അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മളോർക്കും ഹീറോ അവനെ കൊല്ലാൻ പോവാണെന്ന്. പക്ഷേ ഹീറോ അവനെ കൊല്ലത്തില്ല, അവനെ അവിടെ നിന്ന് വെറുതെ വിടും. ഈ ടൈമിൽ ബാത്റൂമിൽ ഇരിക്കുന്ന ഹീറോയിനാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയ ടൈമാണല്ലോ എന്നോർത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. ആ ടൈമിൽ ഹീറോ വെറുതെ വിട്ട കൊലയാളിയാണെങ്കിലോ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ടൈമിൽ ഹീറോ അവനെ വെടിവെച്ച് കൊല്ലും. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് അവിടെ ബോധം പോവുകയും ചെയ്യും. പിന്നീട് ഹീറോയിൻ കണ്ണ് തുറക്കുമ്പോഴോ ഇത് ഹീറോ അടുത്ത് ഷർട്ടൊന്നുമില്ലാതെ തീർത്തോ. അവിടെ നോക്കുമ്പോൾ അവളുടെ ഉടുപ്പ് ആരോ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹീറോ ചോദിക്കും, നീ എൻ്റെ ഉടുപ്പ് ആരോട് ചോദിച്ചിട്ടാണ് മാറ്റിയതെന്ന്. ഹീറോ പറയും, ഏയ് അത് ഞാനൊന്നുമല്ല, ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന്. ആ ഒരു ടൈമിൽ തന്നെ ദേഷ്യം വന്ന ഹീറോയിൻ അവനെ തള്ളും. എന്നിട്ട് പറയും, എനിക്കൊരു ഭർത്താവുണ്ട്, അവനല്ലാതെ ആരും വേണ്ടെന്ന് പറഞ്ഞ ഹീറോയെ തല്ലും. ഇത് കണ്ട ഹീറോ അവളെ ബെഡിലേക്ക് ചേർത്ത് വെക്കും. എന്നിട്ട് അവൻ അതേ ഡയലോഗ് തന്നെ അടിക്കും, പെർമിഷൻ്റെ കാര്യം. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനെ കുറിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഹീറോയോട് ചോദിക്കും അവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമെന്ന്.
ഇത് കേട്ട ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് പോകും. ഇവളാണെങ്കിലോ അവിടെയുള്ള മൊത്ത സാധനങ്ങളും ഹീറോയെ കൊണ്ട് വാങ്ങിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു ഇന്നർ വെയർ എടുക്കാനായി കടയിലേക്ക് കയറും. ഇവളെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോ അകത്തേക്ക് വരും. പക്ഷേ ഇവൾ ഒന്നിനും സമ്മതിക്കില്ല. ഹീറോ നീ ഒന്നും ഒരു ആളെ അല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ റൂമിൽ ഇറങ്ങിയ ഹീറോയിനാണെങ്കിലോ ഇന്നർ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും. ഹീറോയിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി ഒരു പോലീസുകാരടുത്ത് ചെന്നിട്ട് പറയും എന്നെ ഒരുത്ത കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി അവനെ വേഗം പിടിക്കാൻ. ആ ടൈമിൽ തന്നെ ഹീറോ അവിടെ വന്ന് നിൽക്കും. ഹീറോയെ കണ്ട പോലീസാണെങ്കിലോ തലയാട്ടിയ ശേഷം അവിടെ നിന്ന് പോകും. ഹീറോ അവളോട് പറയും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും നീ എൻ്റെ കൂടെ 365 ദിവസം താമസിക്കണമെന്ന്. അങ്ങനെ ഹീറോയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് ഹീറോയിന് പിടികിട്ടും. അതുകൊണ്ട് അവൾ രാത്രിയിൽ ഒരു ഡിന്നറിന് പ്ലാൻ ചെയ്യും. ഇവൾ ഉടുപ്പെല്ലാം വിട്ട ശേഷം ഡിന്നറിന് വരാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴോ ഹീറോ ആ ഡിന്നർ അറേഞ്ച് ചെയ്തത് പുറത്തെങ്ങുമല്ലായിരുന്നു, ആ വീടിൻ്റെ ബാക്കി തന്നെയായിരുന്നു. പിന്നീട് സംസാരമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് പോകും. ഹീറോയിൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഹീറോ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഉടുപ്പെല്ലാം പോയി അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ കുളിക്കാനായി പോകും. ഇത് കണ്ട ഹീറോയ്ക്ക് മൂടാകുന്നുണ്ടായിരുന്നു. ഹീറോ അവളുടെ കൂടെ കുളിക്കാൻ ചെന്ന് അവളെ ഉമ്മ വെക്കാനൊക്കെ നോക്കും. പക്ഷെ അവൾ അതിന് സമ്മതിക്കില്ല. പിന്നീട് ഹീറോ ഇവളുമായി ഒരു പ്ലെയിനിലേക്ക് കയറും. എന്നിട്ട് ഇവളെ അത് കെട്ടിയിട്ട ശേഷം ഹീറോ അവൾക്ക് കൈപ്പണി ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവൾ അങ്ങോട്ടേക്ക് വന്ന് ഐസ്ക്രീം തിന്നും. അതായത് ഹീറോയെ വശീകരിക്കുന്ന രീതിയിൽ. ഇത് കണ്ട് മൂടായ ഹീറോ അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും. അവിടെ ചെന്ന ശേഷവും ഇവളെ ഹീറോയെ കുറെ മൂടാക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തരുമോ ആ ഡോർ അവൻ ലോക്ക് ചെയ്യും. അവൻ ഹീറോയിൻ്റെ 2 കൈയും കെട്ടിയിട്ട ശേഷം അങ്ങോട്ടേക്ക് വേറൊരു പെണ്ണിനെ വിളിക്കും. എന്നിട്ട് ഹീറോയിൻ്റെ മുന്നിലിരുന്ന് അവർ തമ്മിൽ പരിപാടി ചെയ്യും. പരിപാടിയെല്ലാം കഴിഞ്ഞ് അവൻ ഹീറോയിനെ അഴിച്ചു വിടും. ഹീറോയിൻ എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതിയെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ആ ഒരു രാത്രി തന്നെ രണ്ടുപേരും പബ്ബിലേക്ക് പോകും. അവിടെ പറ്റിയ ഹീറോയിനെ എഴുത്താൻ കയറി പിടിക്കാൻ നോക്കും. ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് തോക്ക് ചൂണ്ടിയിട്ട് അവനെ കൊല്ലാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഹീറോയുടെ മാനേജർ അവനോട് പറയും നീ നിന്റെ റിലേറ്റീവിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു, ഇപ്പം അവൻ്റെ ഫാമിലി നിന്നെ കൊല്ലാനായിട്ട് നടക്കുക, ഇപ്പം നിങ്ങൾ തമ്മിൽ വലിയൊരു അടിയായില്ല എന്ന്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന ഹീറോയിനെ കണ്ട മാനേജർ പറയും ഇവളാണ് ഇതിനെല്ലാം കാരണം, ഇവൾ വന്നതിൽ പിന്നാണ് ഇങ്ങനെല്ലാം നടന്നതെന്ന്. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ച് മാനേജറിന് കഴുത്തിന് പിടിക്കും. ഇത് കണ്ടോടെ നിന്ന് ഹീറോയിൻ പറയും ഞാനാണ് പ്രശ്നം, എങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് പോയി തരാമെന്ന്. ഹീറോ പറയും ഞാൻ ഓൾറെഡി ദേഷ്യത്തിലാണുള്ളത്, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറയും. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ അങ്ങോട്ടേക്ക് പോയി ആ ബോട്ടിൽ നിന്ന് തലകുത്തി വെള്ളത്തിലേക്ക് ചാടും. ഉടനെ തന്നെ ഹീറോയും പുറകെ ചാടി അവളെ എങ്ങനെയൊക്കെ രക്ഷിക്കും. അവളെ റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷം ഹീറോ കുറേ ഉപദേശം കൊടുക്കും. ഈ ഉപദേശം കേട്ട ഹീറോയിനാണെങ്കിലോ അത് വീണു പോവുകയും ചെയ്യും. പിന്നീട് പറയണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ പരിപാടി നടക്കും. പിന്നീട് രാത്രി രണ്ടുപേരും ഒരു പാർട്ടിക്ക് പോകും. ആ പാർട്ടിയിൽ വെച്ച് ബോട്ട് വെച്ച് നടത്തിയ അതേ പരിപാടികൾ തന്നെ ഇവർ നടത്തും. പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഹീറോ അവളോട് പറയും നീ നാട്ടിലേക്ക് പോയി എല്ലാവരെയും ഒന്ന് കണ്ടോളാൻ. ഇത് കേട്ട ഹീറോയിനൊന്നും പിടികിട്ടില്ല. ഹീറോ എന്തിനാണ് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞതെന്ന് അവൾക്ക് പിടികിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് നാട്ടിലേക്ക് ചെന്ന ഹീറോയിനാണെങ്കിലോ അവളുടെ ഫ്രണ്ടിനെ കാണും. എന്നിട്ട് ഹീറോയുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നീട് ഹീറോയിനും ഫ്രണ്ടും കൂടി ഒരു പാർട്ടിക്ക് പോകും. അങ്ങോട്ടേക്ക് ഹീറോയിൻ്റെ പഴയ ബോയ് ഫ്രണ്ട് വരും. അവൻ പറയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ വീണ്ടും എൻ്റെ കൂടെ വരാൻ. പക്ഷേ ഹീറോയിനാണെങ്കിലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഹീറോയിൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ അവിടെ ബോയ് ഫ്രണ്ട് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഇവളെ കുറേ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. ആ ടൈമിൽ അകത്തുനിന്ന് ഒരു വിളി വരും. നോക്കുമ്പോഴോ നമ്മുടെ ഹീറോ അകത്തിരിക്കുന്നു. ഹീറോയെ കണ്ട ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് ഉടനെ തന്നെ പോകും. ബോയ് ഫ്രണ്ട് പോയ ശേഷം പറയണ്ടല്ലോ ഹീറോയും ഹീറോയിനും തമ്മിൽ എന്നത്തെ പോലെ പരിപാടി നടക്കും. അങ്ങനെ ഹീറോയിൻ അവളുടെ ഫാമിലിയുടെ മുന്നിൽ ഹീറോയെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. ഹീറോയിൻ അവനോട് നേരത്തെ പറയും നീ ഒരു ഡോൺ ആണെന്ന് അവരോട് പറയല്ലെന്ന്. അതുകൊണ്ട് ഹീറോ അവരോട് പറയും ഞാനൊരു ഗാങ്സ്റ്റർ ആണെന്ന്. ഇത് കേട്ട ഫാമിലി പറയും ഇവൻ നല്ല തമാശക്കാരനാണല്ലോ എന്ന്. പിന്നീട് ഹീറോയിനും കല്യാണ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് തുടങ്ങും. ഹീറോയിൻ പറയും എൻ്റെ ഡാഡിയും മമ്മിയും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉറപ്പായിട്ടും കാണണമെന്ന്. അങ്ങനെ ഇത് കേട്ട ഹീറോ ആണെങ്കിലോ എങ്കിൽ അവളുടെ ഫ്രണ്ട് വന്നോട്ടെ എന്ന് ഓർക്കും. അങ്ങനെ അവളുടെ ഫ്രണ്ട് വരും. ഫ്രണ്ടിന് ഹീറോയെ കാണുമ്പോഴോ അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവളെ ഹീറോയിനോട് ചോദിക്കും ഇവനെയാണ് നീ കെട്ടാൻ പോകുന്നതെന്ന്. പക്ഷേ ഹീറോയിനാണെങ്കിലോ ഹീറോയെ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കും. എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് ഫ്രണ്ടും ഓർക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കല്യാണത്തിനുള്ള ഉടുപ്പെല്ലാം എടുത്ത ശേഷം കാറിൽ വരും. ആ ടൈമിലാണ് കാറിലിരിക്കുന്ന അഡ്വൈസറിന് ഇത് കോള് വരുന്നത് ഹീറോയിനെ കൊല്ലാൻ പോവുകയാണെന്ന്. ഇത് കേട്ട അഡ്വൈസർ വണ്ടി വേഗം വിടാൻ ഡ്രൈവറിനോട് പറയും. ആ ടൈമിൽ തന്നെ അഡ്വൈസർ ഹീറോയിനെ കുറെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഹീറോയുമായിട്ട് ബന്ധിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന അഡ്വൈസർ ആണെങ്കിലോ വേഗം വണ്ടി ഹീറോയുടെ അടുത്തേക്ക് വിടും. ആ ടൈമിൽ തന്നെ ഹീറോയുടെ കോള് കട്ടാകും. ഹീറോയുടെ കോള് കട്ടായതും അഡ്വൈസർ എത്തിയതും ഒരേ ടൈമിലായിരുന്നു. അഡ്വൈസർ കാര്യം പറഞ്ഞതോടെ ഹീറോയ്ക്ക് എല്ലാം പിടികിട്ടും. ആ ടൈമിൽ തന്നെ ഹീറോയിന് അവിടെ ഡെത്തായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതറിഞ്ഞ ഹീറോ നല്ലപോലെ വിഷമിച്ച് അവിടെ മുട്ടുകുത്തിയിരുന്ന കാര്യം.
ഹീറോ എത്രയൊക്കെ ഡോൺ ആണെന്ന് പറഞ്ഞാലും അവൻ്റെ ലവ് ട്രൂ ആയിട്ടുള്ളൊരു ലവ് ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അവളെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ മൂവി ഇവിടെ